ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള പെട്രോ ഡോളർ കരാർ കാലാവധി അവസാനിച്ചത് ഇന്ത്യക്ക് നേട്ടമാകും. രൂപയിലും റിയാലിലും ഇടപാട് നടത്താൻ ഇനി മുതൽ എളുപ്പമായിരിക്കും. സൗദി അറേബ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യക്ക് രൂപ നൽകിയാൽ മതിയാകും. ബില്ലിൽ കുറവ് വരില്ലെങ്കിലും രൂപയുടെ മൂല്യം ഉയരാൻ ഇത് കാരണമാകും. ഇതുവരെ എണ്ണ ഇടപാടിനുള്ള ആഗോള കറൻസിയായി കണക്കാക്കിയിരുന്നത് ഡോളറിനെയായിരുന്നു. പ്രാദേശിക കറൻസിയിൽ ഇടപാട് നടത്തണമെന്ന് ഇന്ത്യ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നു. ചൈന പല രാജ്യങ്ങളുമായും ഇത്തരത്തിൽ പ്രാദേശിക കറൻസി ഉപയോഗിച്ച് ഇടപാട് നടത്തുന്നുണ്ട്. ഇന്ത്യക്കും സമാനമായ വഴി ഒരുങ്ങിയിരിക്കുകയാണിപ്പോൾ. ആഗോള സാമ്പത്തിക രംഗം അടിമുടി മാറുകയാണ്. 2021 വരെ സൗദി അറേബ്യയിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത്. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വില കുറച്ചു കിട്ടാൻ തുടങ്ങിയതോടെ ഇന്ത്യ റഷ്യയെ ആശ്രയിക്കാൻ തുടങ്ങി. നിലവിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. 2ാം സ്ഥാനത്ത് ഇറാഖും 3ാം സ്ഥാനത്ത് സൗദിയുമാണ്. സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന പെട്രോ ഡോളർ കരാർ 50 വർഷത്തേക്കായിരുന്നു. ഈ മാസം 9-ന് ഇതിന്റെ കാലാവധി കഴിഞ്ഞു. കരാർ പുതുക്കാൻ സൗദി അറേബ്യ താൽപ്പര്യം കാണിച്ചില്ല. സൗദി അറേബ്യയുടെ എണ്ണ ഇടപാടുകൾ ഡോളറിലാകണം എന്നായിരുന്നു കരാർ. ഇതുവഴി ലഭിക്കുന്ന ലാഭം അമേരിക്കൻ ബോണ്ടുകളിൽ നിക്ഷേപിക്കണമെന്നും കരാറിലുണ്ടായിരുന്നു. ലോകത്തെ എണ്ണ കയറ്റുമതി രാജ്യങ്ങളിൽ പ്രധാനിയാണ് സൗദി അറേബ്യ. സൗദിയുടെ ഇടപാടുകളെല്ലാം ഡോളറിലായതോടെ ഒപെക്കിലെ മറ്റു എണ്ണ രാജ്യങ്ങളും സമാനമായ നയം സ്വീകരിച്ചു. ലോകത്ത് ഡോളർ പ്രധാന കറൻസിയായി ഉയരാൻ ഇടയാക്കിയ കരാറുകളിലൊന്നായിരുന്നു ഇത്. മിക്ക രാജ്യങ്ങളും വിദേശ കരുതൽ ധനമായി ഡോളറിനെ കണ്ടു. എന്നാൽ സൗദി കരാറിൽ നിന്ന് പിന്നോക്കം പോയതോടെ ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞേക്കുമെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, എല്ലാ പ്രധാന രാജ്യങ്ങൾക്കും സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ അവരുടെ പ്രാദേശിക കറൻസി ഉപയോഗിക്കാം. ലോകത്ത് എണ്ണ ഇറക്കുമതിയിൽ 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 1ാം സ്ഥാനത്തുള്ള ചൈനയും പ്രാദേശിക കറൻസി ഉപയോഗിക്കണമെന്നും ഡോളർ ഒഴിവാക്കണമെന്നും അഭിപ്രായമുള്ളവരാണ്. എണ്ണ വിലയിൽ കുറവ് വരില്ലെങ്കിലും രൂപയിലുള്ള ഇടപാടുകൾ കൂടുന്നത് കറൻസിയുടെ മൂല്യം ശക്തിപ്പെടുത്തും. കഴിഞ്ഞ ജനുവരിയിൽ ദാവോസിൽ നടന്ന പരിപാടിയിൽ രൂപ അന്തർദേശീയ കറൻസിയാകുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞിരുന്നു. ഈ വാക്കുകൾ ശരിവെക്കുന്നതിലേക്ക് നയിക്കുന്ന പുതിയ സാമ്പത്തിക ക്രമമാണ് ലോകത്ത് വരുന്നത്. ഇന്ത്യയും യു എയും അടുത്തിടെ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചിരുന്നു. പിന്നീട് യു എയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയ്ക്ക് പകരം ഇന്ത്യ രൂപ നൽകുകയും ചെയ്തിരുന്നു. ഡോളർ കരുതൽ ധനമായി സൂക്ഷിക്കുന്നത് അമേരിക്കയ്ക്ക് കീഴ്പ്പെടുന്നതിന് സമമാണ് എന്നാണ് റഷ്യയുടെ നിലപാട്. ഉക്രൈൻ യുദ്ധകാലത്ത് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചതോടെ റഷ്യ പ്രതിസന്ധിയിലായിരുന്നു. ചൈന വൻതോതിൽ ഡോളറൈസേഷൻ നടത്തുന്നുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ ഈ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിസന്ധി രൂപപ്പെട്ടാൽ അമേരിക്ക പലിശ നിരക്ക് ഉയർത്തി ബോണ്ടുകൾ ഇറക്കിയേക്കാം. അതാകട്ടെ സ്വർണ്ണവില കുറയാൻ വഴിയൊരുക്കുകയും ചെയ്യും. 50 വർഷമായി നിലനിന്നിരുന്ന കരാറാണ് സൗദി അറേബ്യ അവസാനിപ്പിക്കുന്നത്. 1974 ജൂൺ 8-ന് ഒപ്പുവെച്ച ഈ കരാർ US-ന്റെ ആഗോള സാമ്പത്തിക സ്വാധീനത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു. സാധാരണഗതിയിൽ സൗദി അറേബ്യ ഈ ദിവസം കരാർ പുതുക്കേണ്ടതായിരുന്നു. എന്നാൽ ഇന്നുവരെ കരാർ പുതുക്കുകയോ അത് സംബന്ധിച്ച ചർച്ചകൾ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നാണ് വിവരം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ തീരുമാനം. കൂടാതെ ലോക സാമ്പത്തിക മേഖലയിൽ പോലും കാതലായ മാറ്റങ്ങൾക്കും ഇത് വഴിവെക്കും. 1972-ൽ അമേരിക്ക തങ്ങളുടെ കറൻസിയെ സ്വർണവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നത് നിർത്തിയിരുന്നു. ആ സമയത്ത് സ്ഥാപിതമായതാണ് പെട്രോ ഡോളർ സമ്പ്രദായം. ഇതുവഴി സൗദി അറേബ്യയുടെ എണ്ണ അമേരിക്കൻ ഡോളറിൽ മാത്രമായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കരാർ പുതുക്കേണ്ടെന്ന് സൗദി തീരുമാനിച്ചതോടെ ഇനി യൂറോ, യെൻ, യുവാൻ എന്നിവ ഉൾപ്പെടെ ഏത് കറൻസിയിലും എണ്ണ വിൽക്കാൻ സൗദിക്ക് കഴിയും. ബിറ്റ്കോയിൻ പോലുള്ള ഡിജിറ്റൽ കറൻസികളും സൗദി അറേബ്യ പരിഗണിച്ചേക്കും. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ US ഡോളർ ഒഴികെയുള്ള കറൻസികൾ ഉപയോഗിക്കുന്നതിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായും ഡോളറിന്റെ വിലയും ഡിമാൻഡും ഇടിയാനും ഇത് കാരണമാകും. സെൻട്രൽ ബാങ്കുകൾക്കും വാണിജ്യ ബാങ്കുകൾക്കും ഇടയിൽ പങ്കിടുന്ന ഡിജിറ്റൽ കറൻസി പ്ലാറ്റ്ഫോം പര്യവേഷണം ചെയ്യുന്ന ഒരു സഹകരണ ശ്രമമായ പ്രോജക്റ്റ് എംബ്രിഡ്ജിൽ സൗദി അറേബ്യയും പങ്കാളിയാണ്. സൗദി അറേബ്യയുടെ ഈ നീക്കം ആഗോള സാമ്പത്തിക മേഖലയിലെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. 1974 ജൂൺ 8-ന് US സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചറും സൗദിയുടെ പ്രിൻസ് ഫഹദ് ബിൻ അബ്ദുൽ അസീസുമാണ് പെട്രോ ഡോളർ കരാറിൽ ഒപ്പുവെച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിന്റെ അപ്രമാദിത്വം ഉറപ്പിക്കുന്നതിന് ഈ കരാർ നിർണായക പങ്കാണ് വഹിച്ചത്.